നിങ്ങളൊരു മതത്തിലല്ല വന്നിരിക്കുന്നത്, യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല, അത് യേശു ക്രിസ്തുവായിട്ടൊരു ബന്ധമാണ്, പിതാവായ ദൈവമായിട്ടൊരു ബന്ധമാണ്. ആമേൻ. നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ ചോദിച്ചോണം. പത്രോസ് യേശു ഇങ്ങനെ കടലിന് മീതെ നടന്നു വരുന്ന കണ്ടപ്പോൾ പത്രോസ് ഒരാഗ്രഹം, കടലിന് മീതെ നടന്നാലും എടുത്തു വൈകി ചോദിച്ചു. ഒന്നും ചിന്തിച്ചില്ല, ചോദിച്ചോണം. നടക്കോ നടക്കത്തില്ല ചോദിക്കുന്നത് യേശുവിനോടായതുകൊണ്ട് അത് നടന്നിരിക്കും. അവൻ പറയത്തില്ല ഞാൻ ദൈവമായതുകൊണ്ടാണ് ഞാൻ നടന്നേ. അവൻ പറയത്തില്ല എന്നെ വിശ്വസിക്കുന്നവനാൽ സകലതും സാധ്യം. ആമേൻ. നിങ്ങൾ യേശുവിനോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, അത് നടന്നിരിക്കും. രണ്ടു കാര്യം കൊടുത്തോണ്ട് പറ, യേശുവിനോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, അത് നടന്നിരിക്കും. കാരണം അവന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ക്രിസ്തു യേശുവിൽ ഉകർന്നാണ്. ആമേൻ. അത് നിങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങൾക്കുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. എത്രയും സന്തോഷമുണ്ട്. എല്ലാവർക്കും വേണ്ടി നൽകുവാൻ തക്കവണ്ണം സമ്പന്നത. കാരണം വിശ്വസിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നത. നിങ്ങൾ ഏത് വിഷയത്തിലായിക്കോട്ടെ അതിനെ പരിഹരിക്കാൻ മതിയായവനായ യേശു ക്രിസ്തു. ഇതൊരു മതമല്ല, 3 പ്രാവശ്യം വരുമ്പോൾ അനുഗ്രഹിക്കട്ടെ, അങ്ങനെ ഒരു പരിപാടിയല്ല. യേശുവിന്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും പോകത്തില്ല. വരുന്നത് ഒരു വ്യക്തിയുടെ അടുത്തായതുകൊണ്ട്, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് അവന് ചെയ്തു തന്നിരിക്കും. ആമേൻ. പിന്നെ നമുക്ക് യേശുവിനെ വിട്ട് പോകാൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവം ആരാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യം ബൈബിൾ പറയാൻ, ദൈവ സ്നേഹമാണ്. ദൈവത്തിന് സ്നേഹം ഉണ്ടെന്നല്ല, ദൈവ സ്നേഹമാകുന്നു. സ്നേഹമാണ് ദൈവം, ദൈവമാണ് സ്നേഹം. ആമേൻ. ഒരിക്കൽ യേശുവിനോട് പരീക്ഷന്മാര് ഒരു പണ്ഡിതൻ ഒന്ന് ചോദിച്ചു, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏത്? ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏത്? അപ്പം യേശു ക്രിസ്തു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്ന ആരെയും സദാസമയം യേശുവിനോട് സ്നേഹിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞിട്ടുണ്ട് വിചാരപ്പെടരുതെന്ന്. നിങ്ങൾ വിചാരപ്പെടാറില്ലേ? ഹല്ലേലൂയ. നമുക്ക് ആർക്കും ദൈവത്തെ അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല. ആമേൻ. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഇങ്ങനെ പറയുന്ന ആത്മാവിന്റെ ഫലമോ സ്നേഹം. പുതിയ നിയമത്തിൽ നമ്മൾ സ്നേഹിക്കുന്നത് ഒരു ഫലമാണ്, അതല്ല റൂട്ട്. നമ്മൾ സ്നേഹിക്കുമ്പോഴല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്, ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ്. 1 യോഹന്നാൻ 4:19 പറയാം, അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ആമേൻ. യേശു പെസഹ തന്റെ ശിഷ്യന്മാരുടെ കൂടെ ആചരിക്കുമ്പോൾ അവിടെ 2 തരം രണ്ട് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് നമുക്കത് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇത് ആരെക്കുറിച്ച് പറയുന്നുവെന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ശീമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി. അവൻ പറഞ്ഞത് ആരെ കൊണ്ടെന്ന് ചോദിപ്പാൻ പറഞ്ഞു. അവിടെ യേശു അപ്പൊ ഇത് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുവാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് യേശു അവസാനം പറയും, പത്രോസിനോട് പറയും, അതെ നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് ഇടറുമെന്ന് പറഞ്ഞു. അപ്പൊ പത്രോസ് പറയും, ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറത്തില്ല. ഇവരെല്ലാവരും ഇടറിയെന്ന് പറഞ്ഞാലും ഞാൻ ഇടറത്തില്ല. പത്രോസിന് യേശുവിനോട് അത്രയും സ്നേഹം. പക്ഷെ ഇവിടെ വേറൊരു വ്യക്തിയുണ്ട്. ഇവിടെ ഇങ്ങനെ പറഞ്ഞത്, യേശുവിന്റെ മാറോട് ചേർന്ന ഒരാളിപ്പുണ്ട്. യേശു താൻ സ്നേഹിക്കുന്ന ശിഷ്യൻ. ആമേൻ. അതാരെന്നറിയാം? യോഹന്നാൻ. ആമേൻ. അപ്പം ഈ വ്യക്തി യേശുവിന്റെ സ്നേഹത്തിൽ ആശ്രയിച്ചേക്കുന്നത്.
ആമേൻ. പത്രോസ് യേശുവിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ യോഹന്നാൻ യേശുവിന്റെ സ്നേഹത്തിൽ ആശ്രയിക്കും. യോഹന്നാൻ ഈ സുവിശേഷം ആരെ എഴുതുന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ തന്നെ എഴുതി. അത് യോഹന്നാൻ തന്നെ പറഞ്ഞ കർത്താവ് താൻ സ്നേഹിച്ച ശിഷ്യൻ. ആമേൻ. തന്നെ കുറിച്ച് താൻ തന്നെ പറയുക, കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്നെയാണ്. നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം. ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ്. ഞാൻ കഴിഞ്ഞിട്ടേ ദൈവത്തിന് വേറൊരാളുള്ളൂ. ആ ഒരു ഉറപ്പോട് വേണം കൃപാസനത്തിലോട് ചെല്ലാൻ. എന്റെ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം എന്ത് വേണേലും മാറ്റി വെക്കും. അങ്ങനെ ദൈവത്തെ ആയിരിക്കണം വിളിക്കുന്നത്. ഞാൻ പറയുന്നത് കേട്ടിട്ടേ ദൈവം വേറൊരു വ്യക്തിയുടെ കാര്യം ചെയ്യാൻ പോകത്തുള്ളൂ. ആ ഒരു ഉറപ്പോട് വേണം ഇരിക്കാൻ. നിങ്ങൾക്കറിയോ, നമുക്ക് പല ആൾക്കാരുണ്ട്. ഇപ്പം സഭ വരുന്നവർ എല്ലാം ദൈവത്തെ സ്നേഹിക്കാൻ നോക്കുന്നവരുണ്ട്, എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്. ദൈവം നിന്നോടുള്ള സ്നേഹത്തിൽ, ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്. ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു, പ്രിയ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിരുന്നു. ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് ആദ്യം പഠിക്കാൻ പോകുമ്പോൾ എല്ലാവരും എങ്ങനെ എല്ലാവരും വണ്ടിയിലോട്ടല്ല ആദ്യം നോക്കുന്നേ, അങ്ങനല്ലേ? എല്ലാവരും ഈ വണ്ടി ഒന്ന് നേരെയാക്കാനല്ലേ നോക്കുന്നേ, എന്നിട്ടേ നമ്മൾ ദൂരെ നോക്കാൻ തോന്നത്തുള്ളൂ. പക്ഷെ പഠിപ്പിക്കുന്ന ആൾ പറയും, നിങ്ങൾ ദൂരോട്ട് നോക്ക്, വണ്ടി തന്നെ നേരെ ആയിക്കോളൂ. അങ്ങനല്ലേ? നിങ്ങൾ ഇതിനെ വണ്ടിയെ നേരെയാക്കാൻ നോക്കുന്നവരും വണ്ടി കടന്ന് മറിയാൻ തോന്നും. നിങ്ങൾ അതിന് കൺട്രോൾ എടുക്കും. പക്ഷെ നിങ്ങളുടെ നോട്ടം ദൂരോട്ട് മാറുമ്പോൾ ഈ വണ്ടി സ്റ്റേബിൾ ആവും. ന്യായപ്രമാണം ദൈവം എന്തിനാ കൊടുത്തു വെച്ചാൽ നോട്ടം തന്നിലോട്ടാവാനോ. ആമേൻ. നിങ്ങളെ ആശ്രയിച്ച് ദൈവത്തിന്റെ മുമ്പിൽ കുറ്റക്കാരായി തീരണം. എന്നാലും നിങ്ങൾക്ക് രക്ഷയുടെ ആവശ്യം നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. ആമേൻ. സർവ്വലോകം അവന്റെ മുമ്പിൽ വീഴ്ത്താതാവണം. ഹല്ലേലൂയ. ഒരു രക്ഷയുടെ ആവശ്യം നിങ്ങൾക്ക് വേണം, നിങ്ങൾ അറിയണം. ആമേൻ. നിങ്ങളുടെ നോട്ടം നിങ്ങളിൽ നിന്ന് മാറ്റി യേശുവിലോട്ടാകാനാ കൃപ വന്നേ. ഹല്ലേലൂയ. നിങ്ങളിൽ നിന്ന് നോട്ടം മാറ്റി യേശുവിലോട്ടാക്കിയാൽ നിങ്ങളുടെ ക്രിസ്ത്യത സ്റ്റേബിൾ ആവും. നിങ്ങൾ പിന്നെ അങ്ങോട്ടും അറിയത്തില്ല ഇങ്ങോട്ടും അറിയത്തില്ല, നിങ്ങൾ നേരെ പൊക്കോണ്ടിരിക്കും. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ നോക്കണ്ട. യേശു നിങ്ങൾ എത്ര സ്നേഹിക്കുന്നത് നിങ്ങൾ അറിഞ്ഞാൽ മതി. നിങ്ങൾ അറിയാതെ സ്നേഹിച്ചു പോകും. ആമേൻ. സുവിശേഷം വളരെ സിമ്പിളാണ്. ആ സിംപ്ലിസിറ്റിയിൽ നിന്ന് പിശാച് പലപ്പോഴും നമ്മളെ മാറ്റിക്കൊണ്ട് പോകുന്നത്. ആമേൻ. ഇത് അത്രയും സിമ്പിളാ. നമുക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരിക്കലും അവിശ്വസിക്കാൻ കഴിയത്തില്ല. ഇത് ഈ ബൈബിളിനോട് നിങ്ങൾക്ക് അവിശ്വാസം വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് സഹായം കിട്ടുന്നുണ്ട് ഇത് അവിശ്വസിക്കാൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചത് വായിച്ചോക്കെ അത്രയും സിമ്പിൾ ആയിപ്പോ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് കഴിഞ്ഞ ആഴ്ച എന്നോട് പറയുമായിരുന്നു, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ മനുഷ്യനല്ലേ, ബലഹീനല്ലേ, ഞാൻ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാ വിചാരപ്പെട്ടു പോകും. പക്ഷെ ഫിലിപ്പിയറിലെ മനുഷ്യർക്ക് തന്നെ എഴുതി, ഈ വചനങ്ങൾ മനുഷ്യർക്ക് തന്നെ എഴുതിയിരിക്കുന്നു. അവിടുത്തെ ദൂതന്മാർക്കല്ല എഴുതിയത്, മനുഷ്യർക്ക് എഴുതിയത്. അമ്മേ, വീണ്ടും ജനിച്ച മനുഷ്യർക്ക് എഴുതായിരുന്നു. അമ്മേ. അപ്പോൾ 5 പ്രാവശ്യം യോഹന്നാൻ തന്നെ കുറിച്ച് തന്നെ കർത്താവ് താൻ സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 പ്രാവശ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 5 പ്രാവശ്യം താൻ സംഭവം എഴുതിയിട്ടുണ്ട്. ഈ 5 പ്രാവശ്യവും യോഹന്നാൻ അത് പറയുമ്പം അവിടെ ഓരോ സത്യങ്ങൾ ഇരിപ്പുണ്ട്. ആമേൻ. അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ വരച്ച് കാട്ടാൻ പോകും. ഹല്ലേലൂയ. പത്രോസ് യേശുവിനോടുള്ള സ്നേഹത്തിലാണ് ആശ്രയിച്ചത്, തനിക്ക് അങ്ങോട്ടുള്ള സ്നേഹത്തിൽ. യോഹന്നാൻ യേശു ഇങ്ങോട്ടുള്ള സ്നേഹത്തിൽ ആശ്രയിച്ചു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശു പറഞ്ഞു നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റ എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് പോലും ആരും ചോദിക്കാനുള്ള ധൈര്യം കിട്ടിയില്ല. പത്രോസ് ആംഗ്യം കാട്ടി യോഹന്നാനോട് ചോദിക്കാൻ. നിങ്ങൾ എത്ര ദൈവത്തെ സ്നേഹിക്കാൻ തോന്നിയാൽ നിങ്ങൾക്ക് തോന്നും കംപ്ലീറ്റ് ആവുന്നില്ല, നമുക്ക് ആ ഒരു ബന്ധം അങ്ങോട്ട് ഫുൾഫിൽ ആവുന്നില്ല. പക്ഷെ നിങ്ങൾ ഏത് നിമിഷം തിരിച്ചു ചിന്തിക്കുന്നു യേശുവിനെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യം. നിങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കും. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിക്കാതെ നമുക്ക് ഭയമാണ്. ദൈവം എന്ത് വിചാരിക്കും? നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് അത് ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരും. ആമേൻ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇത് പറയുമ്പം
കർത്താവിനോട് അങ്ങോട്ട് സ്നേഹമുള്ള വ്യക്തി തനിക്ക് പോലും ചോദിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവിന് മാറോട് ചേർന്നിരുന്ന ആ വ്യക്തി യേശുവോട് ചോദിച്ചു, ആരാ കർത്താവ്? യേശു അവനോടാ പറഞ്ഞത്, ഞാൻ ഇപ്പം അപ്പം മുക്കി കൊടുക്കുന്നവനാണ്. അവൻ അതറിഞ്ഞ് ദൈവത്തിന്റെ ഹൃദയ രഹസ്യങ്ങൾ അറിയണം. അവൻ എന്നെ സ്നേഹിക്കുന്നത് വിശ്വസിച്ചു. അവൻ എന്നെ സ്നേഹിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊന്നും പറയാ, യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ഉറപ്പ് വരുമ്പോ നിങ്ങൾക്ക് ആ ചോദിക്കാനുള്ള ധൈര്യം തന്നെ വരും. അവൻ എന്നെ സ്നേഹിക്കണം. പലപ്പോഴും എന്തുകൊണ്ടാണ് വിശ്വാസം ഇല്ലാത്ത ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് ഉറപ്പായാൽ ഞാൻ വിശ്വസിക്കും. സ്നേഹത്തിൽ നിന്നാണ് വിശ്വാസം വരുന്നത്. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നൊരു ഉറപ്പ് കിട്ടിയാൽ ഞാൻ വിശ്വസിക്കും. ദൈവം ആരാന്ന് അറിഞ്ഞു പോയാൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കും. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും നമ്മുടെ തൊഴിലാളി ജീവിച്ച സാഹചര്യങ്ങളും എല്ലാം ഒരു ദൈവത്തെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാ ദൈവം. എന്നാൽ അതിലും സിമ്പിൾ ആ ദൈവം, അതായത് യേശു ക്രിസ്തു തന്നെ അന്നുള്ളവരോട് വെളിപ്പെടുത്തി. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ യഥാർത്ഥ രൂപം. യേശു ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ടോ അതാ പിതാവായ ദൈവം. പിതാവായ ദൈവം കോപിച്ചിരിക്കുന്നതും യേശു ക്രിസ്തു തണുപ്പിക്കാൻ നോക്കുന്നത് അങ്ങനെ ദൈവം അല്ല. എങ്ങനെയാണ് യേശു ക്രിസ്തു അങ്ങനെ തന്നെയാ പിതാവായ ദൈവം. ആമേൻ. നിങ്ങളുടെ നോട്ടം നിങ്ങൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുള്ളതായിരിക്കരുത്, ദൈവം എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു. എഫെസ്യരിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നത് അവന്റെ സ്നേഹത്തിന്റെ, നിങ്ങളുടെ അല്ല, അവന്റെ സ്നേഹത്തിന്റെ വീതി നീളവും ഉയരവും ആഴം എത്രയെന്ന് അറിയാൻ തക്കണം. അവന്റെ സ്നേഹം എത്രയെന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കും. നിങ്ങൾ സ്നേഹിക്കാൻ ശ്രമിക്കേണ്ട, നിങ്ങൾ സ്നേഹിച്ചു പോകും. അപ്പൊ ആദ്യത്തെ സത്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവന്റെ സ്നേഹത്തിൽ ആശ്രയിക്കുമ്പോൾ, അവൻ എന്നെ സ്നേഹിക്കുന്നതിന് ഉറപ്പ് വരുമ്പോൾ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കും. നിങ്ങൾ അവനോട് ചോദിക്കും. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കും. നമുക്ക് എന്തുകൊണ്ട് പ്രാർത്ഥന പോകണമെന്ന് അറിയാമോ? നമുക്ക് 2 മണിക്ക് TV കാണാൻ വല്ല പ്രയാസമുണ്ടോ? പ്രയാസമില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? പ്രാർത്ഥന ഒരു ബോറാണ്. കാരണം എന്തോ ഒരു മതപരമായ ചടങ്ങ് പോലെയാണ് പ്രാർത്ഥിക്കുന്നത്. കുറെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ച് കർത്താവ് ഇതൊക്കെ ചെയ്തത്, അങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു. പക്ഷേ ആ വ്യക്തിയെ അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അവന് വചനത്തുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ ചെല്ലുമ്പോൾ നമ്മുടെ സന്തോഷത്തിന്റെ പരിപൂർണത കാണുന്നില്ല. പക്ഷെ നമ്മൾ ജീവിതത്തെ ഭയങ്കര സന്തോഷമാണ്. എത്ര നേരം വേണേലും അത് നോക്കിക്കൊണ്ടിരിക്കാം. ഫുൾ എന്റർടൈൻമെന്റ്. അതിൽ എന്റർടൈൻമെന്റ് ഉണ്ട് യേശുവിന്റെ കൂടെ ഇരിക്കുന്നത്. ഞാനിങ്ങനെ ഒരു സാക്ഷ്യം കേട്ടു. ഒരുപാട് ചിന്തിച്ചിട്ടു. ഒരു വ്യക്തി ഇങ്ങനെ ഫുഡ് എടുത്ത് വെക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഞാൻ 5 മിനിറ്റ് പ്രാർത്ഥിച്ചേച്ച് വരാം എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി. കുറെ നേരമായിട്ട് വരുന്നില്ല. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അവസാനം വേലക്കാരൻ എന്ന് വിളിച്ചപ്പോൾ വ്യക്തി വരാം, 5 മിനിറ്റ് ആയോ? നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ 5 മിനിറ്റ് എടുത്ത് പറയാം, 1 മണിക്കൂർ ആയില്ലേ. നമ്മുടെ ബന്ധം ആദ്യത്തെ പോലെ ആവട്ടെ. എത്ര നേരം കർത്താവിനോട് എഴുന്നാലും മതി വരാത്ത പോലെ അത്രയ്ക്ക് ഉണ്ടെന്നേ അവന്റെ കൂടെ, അത്രയ്ക്ക് ആനന്ദമാണ് യേശുവിന്റെ കൂടെ. നിങ്ങൾക്ക് TV തരുന്ന എന്റർടൈൻമെന്റിലും സൂപ്പർബാ യേശുവിന്റെ കൂടെയുള്ള എന്റർടൈൻമെന്റ്. അവൻ അത്രയ്ക്കുണ്ട്. ആമേൻ. യേശുവിനോടുള്ള ബന്ധം, അവൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അറിയില്ല. നിങ്ങൾ അവനെ സ്നേഹിക്കാൻ ശ്രമിക്കേണ്ട, അവൻ എത്രമാത്രം സ്നേഹിക്കുന്ന അറിഞ്ഞാൽ മതി. തന്നെ സ്നേഹം ഒഴിവും. ആമേൻ. നിങ്ങൾ ഇന്നോട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു വെച്ചാൽ എനിക്കത് അറിയത്തില്ല. യേശു എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നത് എനിക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് അങ്ങനെ പറയാൻ തക്കവണ്ണം നിങ്ങളെ വളർച്ച പ്രാപിക്കട്ടെ. യേശു നിങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ സീക്രട്ട് അറിയാമോ? അപ്പോസ്തലനായ പൗലോസ് പറയുക, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ച യേശു കർത്താവ്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ച യേശു കർത്താവ്. ഞാനേ ഉള്ളായിരുന്നു ഈ ലോകത്തിൽ പാപിയായിട്ടെങ്കിലും യേശു എനിക്ക് വേണ്ടി വന്ന് മരിച്ചേനെ. അങ്ങനെ ഒരു ഉറപ്പ് എല്ലാവർക്കും ലഭിക്കട്ടെ. എന്നെ കഴിഞ്ഞ യേശു വേറൊരാളുള്ളൂ. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിട്ട് യേശു വേറൊരാൾ തരത്തുള്ളൂ. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ആമേൻ. വിളിക്കുന്ന എല്ലാവർക്കും
ഹല്ലേലൂയ. ഒരു പാസ്റ്റർക്ക് മാത്രമുള്ള ഒരു ബന്ധമല്ല, നിങ്ങൾക്ക് ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ പിതാവിന്റെ മുമ്പിൽ അത്രയും ധൈര്യത്തോടെ എങ്ങനെയാ കൃപാസനത്തോട് ചെല്ലാണ്? ധൈര്യത്തോടെ കിട്ടുമോ കിട്ടായിരിക്കോ അങ്ങനെ ധൈര്യത്തോടെ ചെല്ലണം. അതെപ്പോഴാ ചെല്ലാൻ പറ്റുക വെച്ചാൽ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നത് ഉറപ്പ് വരുമ്പോഴാണ്. ആമേൻ. അടുത്ത പ്രാവശ്യം യോഹന്നാൻ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 തൊട്ട് വായിക്കും. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മദ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മയെന്നും പറഞ്ഞു. അതായത് ഇവിടെ യോഹന്നാൻ തന്നെ പറയുക, യേശു താൻ സ്നേഹിച്ച ശിഷ്യൻ. നിങ്ങൾ നിങ്ങളെ പറ്റി അങ്ങനെ ആയിരിക്കണം പറയണേ. യേശു ഏറ്റവും സ്നേഹിക്കുന്നത് തന്നെയാണ്. എന്റെ മൊബൈലിന്റെ ഫ്രണ്ടിൽ ഞാൻ ആൽഫ്രഡ് ഗോഡ്സ് ബിലവഡ്, ദൈവത്തിന്റെ പ്രിയനായവൻ ഞാൻ ഓരോ പ്രാവശ്യം കാണുന്നു. ഞാൻ അങ്ങനെ നിങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കണം, ദൈവം താൻ ഏറ്റവും സ്നേഹിക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അങ്ങനെ പറയാം. ആമേൻ. 3 പേർ ഞാൻ പറയാം. ഇന്ന് ആരോഗ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ബാബുബ്രദർ ശുശ്രൂഷിച്ചു, ഷാജി ബ്രദർ ശുശ്രൂഷിച്ചു, പിന്നെ കർത്താവ് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞാൻ ശുശ്രൂഷിച്ചു. അങ്ങനെ വേണം നിങ്ങൾ പറയാൻ. നിങ്ങളെ എങ്ങനെ വേണം കാണാൻ. ആരാ നിങ്ങൾ ചോദിച്ചാൽ പറയണം, യേശു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മോനെ ഞാൻ. ഇവിടെ എല്ലാവരും ഇടറിപ്പോയി തിരിച്ചു വന്ന ഒറ്റ വ്യക്തി കർത്താവിന്റെ ക്രൂശിൽ തന്റെ അവസാന സമയത്ത് തന്നെ ആശ്വസിക്കുന്ന ഒറ്റ ഒരു ശിഷ്യനെ ഉള്ളായിരുന്നു യോഹന്നാൻ. അവിടെ ശുശ്രൂഷ തനിക്ക് ലഭിക്കുക. ഇതാണ് എന്റെ അമ്മ. അതായത് താൻ യേശുവിന്റെ സ്നേഹത്തിൽ ആശ്രയിക്കുമ്പം ശുശ്രൂഷ കിട്ടുക. നിങ്ങൾ ശുശ്രൂഷയാണോ വേണ്ടത്? യേശുവിനെ സ്നേഹിക്കുന്നത് വിശ്വസിച്ചാണ്. നിങ്ങൾ യേശുവിനെ കൂടി സ്നേഹിക്കാൻ പോകണ്ട, യേശുവിനെ സ്നേഹിക്കുന്നത് വിശ്വസിച്ചാൽ മതി. ആരും ചെയ്യാത്ത നിങ്ങൾ ചെയ്യും. അത് ആരോട് യേശു അങ്ങനെ പറഞ്ഞില്ല, വേറെ ശിഷ്യനോട് യേശു പറഞ്ഞില്ല. എന്നാൽ യോഹന്നാനോട് അത് പറഞ്ഞു. ആമേൻ. തന്റെ അവസാന സമയത്ത് തന്നെ ആശ്വസിപ്പിക്കുന്ന ഒരൊറ്റ ശിഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അത് യേശുവിന്റെ സ്നേഹത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയാണ്. നിങ്ങൾ യേശുവിന്റെ സ്നേഹത്തിൽ ആശ്രയിക്കുവാണെങ്കിൽ നിങ്ങളായിരിക്കും യേശുവിനെ ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്ന വ്യക്തി. ആമേൻ. നിങ്ങൾക്ക് യേശുവിനെ സന്തോഷിപ്പിക്കണോ? അവനെ സ്നേഹിക്കുന്നു വിശ്വസിച്ചാൽ. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ആൽഫ്രഡ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുണ്ട്. നിങ്ങളുടെ കുറവുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും കർത്താവിന് മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കത്തില്ല. ആമേൻ. എന്നാൽ യേശുവിനെ സ്നേഹിക്കുന്നു ധൈര്യത്തോടെ അവിടെ ചെന്ന് നിൽക്കുന്നു, കുറവ് തന്നെ നിങ്ങളെ വിട്ടു മാറിക്കും. അവന്റെ സ്നേഹത്തിൽ ആശ്രയിച്ചാൽ ഈ പാവം വരുന്നില്ല. പാവം വന്നിട്ട് അടുത്ത ചിന്ത എന്ന് വെച്ചാൽ ഞാൻ ദയവായിട്ട് വേറെ ബെല്ലി എനിക്ക് എന്ത് കാണിക്കാറുണ്ട്. എന്നാൽ അവിടെ ചിന്തിക്കണം, യേശുവിനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അവിടെ ചിന്തിച്ചാൽ അവിടെ ആ പാപത്തിന്റെ ശക്തി അവിടെ മാറിയിരിക്കും. അവന്റെ സ്നേഹത്തിൽ ആശ്രയിച്ചാൽ ഒരു പാപത്തിലും നിങ്ങൾ ഇരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ പാപികളായിരിക്കുന്നപ്പോൾ നിങ്ങളെ ദൈവത്തിന് സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിന് അറിയാം ആ സ്നേഹത്തിന് മാത്രമേ നിങ്ങളെ മാനസാന്തരത്തോട് നയിക്കാൻ കഴിയത്തുള്ളൂ. The goodness of God, ദൈവത്തിന് നന്മയല്ലോ നിങ്ങളെ മാനസാന്തരത്തോട് നയിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അവൻ എത്രമാത്രം സ്നേഹിക്കുന്നു അറിയാം. ആമേൻ. നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് ഇവിടെ വരുമ്പം അയ്യോ പറ്റുന്നില്ല. അവൻ എത്രമാത്രം സ്നേഹിക്കുന്നു ഓർത്താ തന്നെ ആരാധന. ആമേൻ. എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ ഞാൻ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. പൂർണ്ണ ജയം പ്രാപിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരുവരുണ്ടെന്ന് അറിയണം. എന്നെ സ്നേഹിക്കുന്ന ഒരുവരുണ്ടെന്ന് അറിയണം. എങ്ങനെ ദൈവത്താൽ നിറയുന്നേ? അവന്റെ സ്നേഹത്തിന്റെ ഉയരവും വീതിയും നീളോ ആഴോ അറിയുമ്പോൾ അടുത്ത വാക്യം ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരും.
നിറഞ്ഞു വരണം, അവരെ സ്നേഹിക്കുന്നു അറിയണം. കാരണം എന്താ അറിയോ? ദൈവസ്നേഹം തന്നെ. സ്നേഹത്താൽ നിറയുമ്പോൾ ദൈവത്താൽ നിറയുക. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഓരോ വ്യക്തിയോട് ഞാൻ പറയാം, നിങ്ങളെ എത്ര നിങ്ങളെ ദൈവത്തെ സ്നേഹിക്കത്തില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ പറയുമായിരിക്കും, പക്ഷെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ചില പറയാം, എന്നെ സ്നേഹിക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല. യോഗ്യത വെച്ചാൽ അങ്ങനെയുള്ള കൊടുക്കുന്ന സാധനമല്ല സ്നേഹം. സ്നേഹം അഗാപ്പയാണ്. നിങ്ങളുടെ യോഗ്യത നോക്കാതെ, ആമേൻ, നിങ്ങളുടെ കുഴച്ചിൽ കണ്ടോണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. അതൊന്ന് വിശ്വസിക്കാൻ ഹൃദയദൃഷ്ടി ഒന്ന് തുറക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ എപ്പോഴും സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവുണ്ടെന്ന്, പിതാവിന്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തു ഉണ്ടെന്ന് ഒന്ന് അറിയുവാൻ തക്കോടെ ഹൃദയദൃഷ്ടി ഒന്ന് തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. എങ്കിൽ നിങ്ങൾ നോക്കൂ, നിങ്ങളിൽ നിന്ന് മാറി യേശുവിലോട്ടാകുമ്പോൾ നിങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതം നേരെയാകും. പിന്നെ നിങ്ങൾ ഒരു വിഷയം വരുമ്പോൾ ഇങ്ങനെ ആടിയോ അറിയത്തില്ല, നിങ്ങൾ ക്രിസ്ത്യൻ ജീവിതം നേരെ നയിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു, യേശുവിന്റെ സ്നേഹത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തിന്റെ ഏറ്റവും സീക്രട്സ് ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു, ആരൊക്കെയാ ദൈവം, അതായത് ഏറ്റവും ടോപ്പ് സീക്രട്സ് നിങ്ങൾ അറിയും, നിങ്ങളെ പറയും. ഞാൻ പറയട്ടെ, ഒരു കൊച്ചു കുഞ്ഞ് നിങ്ങൾ എടുക്കുക, അത് നിങ്ങൾക്ക് താഴെ വെക്കാൻ തോന്നത്തില്ല. അതിന്റെ അത്രയ്ക്ക് ഒരു നിങ്ങൾ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുക കുഞ്ഞ്, അല്ലെ? കൊച്ചുവിനെ നിങ്ങൾ ഇങ്ങനെ എടുക്കുന്നുണ്ട്, നിങ്ങളെ ആശ്രയിച്ച കുഞ്ഞ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ യേശുവിന്റെ മാറോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് ഉത്തരം തന്നു പോകും. നമ്മൾ പലപ്പോഴും ദൂരം മാറിയത് റിക്വസ്റ്റ് എറിഞ്ഞു കൊടുത്തിട്ട് ഓടുക. നിങ്ങൾ കർത്താവിന്റെ അടുത്തോട്ട് ഓടി വരുമ്പോൾ തന്നെ ദൂരത്ത് വെച്ച് കണ്ട് ഓടുന്നത് നിങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരു പിതാവ് ഉണ്ട്. അങ്ങനെ ഒരു പിതാവാണ് നിങ്ങൾക്കുള്ളത്. നീ എല്ലാം നശിപ്പിച്ച് വന്നതല്ല അത് ചോദിക്കുന്ന ഒരു പിതാവല്ല. അതിനെപ്പറ്റി ഒന്നും ചോദിക്കാതെ വീണ്ടും നൽകുന്നവൻ, ചെരുപ്പണിയിക്കുന്നവൻ, പൊന്മോദരം അണിയിക്കുന്നവൻ, മേൽത്തരമായ വസ്ത്രം അണിയിക്കുന്നവൻ, ആർപ്പിക്കുന്നവൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്താണോ വേണ്ട അതിലും അപ്പുറം തരുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. സീക്രട്സ് അറിയണോ? യേശുവിനെ സ്നേഹിക്കുന്ന വിശ്വസിച്ചാൽ മതി. 2, ശുശ്രൂഷ വേണോ? യേശുവിനെ സ്നേഹിക്കുന്ന വിശ്വസിച്ചാൽ മതി. 3ാമത്തെ പ്രാവശ്യം ഇത് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 2 മുതൽ വായിച്ചു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റൊരു ശിഷ്യന്റെയും അടുക്കൽ ചെന്ന് കർത്താവിനെ കല്ലറിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്ക് ചെന്ന് ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി. ആദ്യം അതായത് മറിയ വന്ന് പറഞ്ഞു, യേശുവിനെ കാണുന്നില്ല, കല്ലറയിലില്ല. പത്രോസ് യോഹന്നാനും അത് കേട്ട് ഓടി. രണ്ടുപേരും ഒന്നിച്ചാ സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ ആദ്യം ചെന്നത് യോഹന്നാനാണ്. നിങ്ങൾ ക്രിസ്ത്യ ജീവിതം തുടങ്ങിയവർ കാണുമായിരിക്കും നിങ്ങളുടെ കൂടെ. പക്ഷെ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നത് വിശ്വസിച്ചാൽ നിങ്ങൾ അവരെ കാട്ടി വിളിച്ചിട്ട് അവർ കാണാത്ത പലതും നിങ്ങൾ കണ്ടിരിക്കും. അവൻ ചെല്ലാൻ ശ്രമിക്കുന്നിടത്ത് അവൻ ചെല്ലുന്നതിന് മുമ്പ് ചെന്നിരിക്കും. ഒരുമിച്ചാക്കി സ്റ്റാർട്ട് ചെയ്ത്, പക്ഷേ അവിടെ എത്തുന്നത് ആദ്യം നിങ്ങളായിരിക്കും. കേട്ടതിന് റെസ്പോണ്ട് ചെയ്തു, രണ്ടുപേരും റെസ്പോണ്ട് ചെയ്തു. പക്ഷേ അവിടെ ചെന്നത് ആദ്യം യോഹന്നാനാണ്. പെട്ടെന്ന് എന്തെങ്കിലും നടക്കണോ? യേശുവിനെ സ്നേഹിക്കുന്ന ആമേൻ. പെട്ടെന്ന് എവിടെയും ചെല്ലണോ? യേശുവിനെ സ്നേഹിക്കുന്ന വിശ്വസിച്ചാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ എന്തോ, അതായത് ഒരു യേശുവിനെ സ്നേഹം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു എനർജി വരുന്നോ. രണ്ടുപേരും ഒരുമിച്ച് ഓടുവാണേലും പക്ഷെ ഒരു വ്യക്തി മറ്റവരെക്കാൾ കൂടുതൽ കുതിക്കുക. രണ്ടുപേരും ചെന്നു, പക്ഷെ ഒരു വ്യക്തി മറ്റവരെക്കാൾ കൂടുതൽ കുതിച്ചു.
ആമേൻ. അത് അങ്ങനെ അതായത് ആ ദൈവസ്നേഹം എന്ന ശക്തിയായിട്ട് ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ സാധനം എന്ന് ചോദിച്ചാൽ ദൈവസ്നേഹം. ദൈവസ്നേഹം നിങ്ങൾ നിറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷയത്തെ പറ്റി ഒരു വിചാരം കാണും. വിചാരം ഇല്ലാതെ ജീവിക്കാൻ പറ്റും. യേശു അങ്ങനെ ജീവിച്ചു. അവനായിരിക്കുന്ന പോലെ ഈ ലോകത്തിൽ ഞാൻ ആകുന്നു. അങ്ങനെ ആകണം എന്നല്ല, അങ്ങനെ ആകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പടകി കടന്ന് തിരമാല അടിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റും. പറ്റും. അവനാണ് ഇതിന്റെ ഉള്ളിലിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു എന്നിട്ട് ഒരു പ്രാവശ്യം യേശു തിരമാലയിൽ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ യേശു പടകി വന്ന് കയറും. ഉടനെ തന്നെ ആ പടക അക്കരയെത്തും. അങ്ങനെ ചിലതിന് സംഭവിക്കാം. നിങ്ങൾ അടുത്ത ആഴ്ച സാക്ഷി എഴുതാൻ റെഡിയാക്കി വെച്ചു. പേപ്പർ പേനൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. പെട്ടെന്ന് എന്താ ചെയ്യേണ്ട പറ്റില്ല, ഒന്നും ചെയ്യേണ്ട, വിശ്വസിച്ചാൽ മതി. യേശുവിനെ സ്നേഹിക്കുന്നത് വിശ്വസിച്ചാൽ അത് സംഭവിച്ചു. അതെ, ദൈവത്തിന്റെ സ്നേഹം അതായത് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അത് പുറത്തോട്ട് ഒഴുകും. അതെ, ഹല്ലേലൂയ. എല്ലാവരും മനസ്സിലായി? അടുത്ത ഭാഷയിൽ പറയുന്നത് 21 അധ്യായം 2 മുതൽ വായിച്ചു. ശീമോൻ പത്രോസ് 5 യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതുകൊണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലതുഭാഗത്ത് വരെ വീശുകയും എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവരോട് പറഞ്ഞു. അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാണ് ആദ്യം പിടിയിട്ടാക്കുക. കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ. നിങ്ങൾക്കൊരു വിഷയത്തിൽ പെട്ടെന്ന് ഡിസേർട്ട്മെന്റ് ഒരു കാര്യം ഇത് യേശു ചെയ്യുമോ, യേശു ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് തിരിച്ചറിവ് കിട്ടുന്ന ആൾക്കാരെന്നറിയോ? യേശു സ്നേഹിക്കുന്നത് വിശ്വസിക്കുന്നത്. പത്രോസിന് പോലും പിടി കിട്ടിയില്ല. പത്രോസ് അത് കേട്ട പത്രോസ് എടുത്ത് ചാടി. പക്ഷേ പത്രോസ് ചാടുന്നതിന് മുമ്പ് പിടി കിട്ടിയ ഒരു വ്യക്തി യോഹന്നാനാണ്. ഇത് കർത്താവ്. യോഹന്നാൻ അത്രയും സെൻസിറ്റീവാണ്. ഇത് യേശു അല്ലാതെ വേറെ ആരും ആവാൻ സാധ്യതയില്ല. ആമേൻ. നിങ്ങളുടെ ഡിസേണിംഗ് പവർ ഭയങ്കര ഷാർപ്പായിരിക്കും. ആമേൻ. യേശുവിനെ സ്നേഹിക്കുന്നത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ഡിസേൺമെന്റ് അൾട്രാ ഷാർപ്പായിരിക്കും. പെർഫെക്റ്റ്. യേശുവിനെ കണ്ടിരിക്കും. നിങ്ങൾ അറിയും. നിങ്ങളുടെ സെൻസിറ്റിവിറ്റി അത്രയും ഷാർപ്പായി പോകും. മറ്റുള്ളവർ കൂടെ നടക്കുന്നവർ മനസ്സിലാവുന്നത്, പക്ഷെ നിങ്ങൾക്കത് പിടികിട്ടും. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നവരെ യേശുവിനെ സ്നേഹിക്കുന്നത് വിശ്വസിച്ചാൽ നിങ്ങൾ ഡിസേൺമെന്റ് കൂടും. അടുത്തത് പറയുന്നത് 21 അധ്യായം അതിന്റെ അവസാനം 18 വാക്യം വായിച്ചു. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സിനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തർ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവരോട് പറഞ്ഞു. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. യോഹന്നാനോട് ഒരിക്കലും യേശു പറഞ്ഞില്ല എന്നെ അനുഗമിക്കാന്ന്. പക്ഷെ പത്രോസിനോട് യേശുവിന് പറയേണ്ടി വന്നു എന്നെ അനുഗമിക്കാം. കാരണം എന്ത്? പത്രോസ് അനുഗമിക്കുന്നില്ലായിരുന്നു. പക്ഷെ മറ്റേ വ്യക്തി, അതായത് യേശു എന്നെ സ്നേഹിക്കുന്ന ഉറപ്പുള്ള വ്യക്തി, അവൻ ആരും പറയണ്ട, അവൻ അനുഗമിച്ചുകൊണ്ടേ. യേശു എന്നെ സ്നേഹിക്കുന്ന ഉറപ്പുള്ള വ്യക്തി അവൻ കർത്താവിനെ അനുഗമിച്ചുകൊണ്ടേ ഇരിക്കും. അവിടെ ആരും പറയണ്ട അനുഗമിക്കാൻ, അവൻ അനുഗമിച്ചുകൊണ്ടേ ഇരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ ദൈവസ്നേഹം ബേസിക് ടീച്ചിങ് ആണെന്ന് പറയും. എനിക്കത് ഇതുവരെ മനസ്സിലാക്കില്ല. അത് ഭയങ്കര ABCD നമ്മൾ വിശുദ്ധി. കർത്താവിന്റെ സ്നേഹമില്ല, അതൊരു വിശുദ്ധിയല്ല.
ദൈവ സ്നേഹം അറിയാത്ത ഒരു വിശുദ്ധിയും വിശുദ്ധിയല്ല. നിങ്ങൾ രഹസ്യത്തിൽ എന്താണോ അതാ യഥാർത്ഥത്തിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് എന്തും കാണിക്കാം. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അതാ ശരിക്കുള്ള നിങ്ങൾ. യേശു എന്നെ സ്നേഹിക്കുന്ന ഉറപ്പുള്ള വ്യക്തി തന്നെ സൂക്ഷിക്കും. യേശു എന്നെ സ്നേഹിക്കുന്ന ഉറപ്പുള്ളതായിരിക്കണം. അവനോട് ആരും പറയണ്ട യേശുവിനെ അനുഗമിക്കാൻ. അവൻ അനുഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. പത്രോസിനെ യേശു ആദ്യമായിട്ട് കാണുന്ന ഒരു രംഗമുണ്ട്. അതായത് തന്നെ പത്രോസിന്റെ പടയിൽ നിന്നുകൊണ്ട് സംസാരിക്കും. എന്നിട്ട് പത്രോസിനോട് പറയും ആഴത്തിലോട്ട് നീക്കി വല ഇറക്കാൻ പറയും. പത്രോസിന് പെരുത്ത മീൻ കൂട്ടം കിട്ടും. അപ്പൊ പത്രോസ് എന്താ ചെയ്യും? താൻ കാലോട്ട് വിടായോ ഞാൻ ഭാഗ്യാണ്. പക്ഷെ എന്നെ വിട്ട് കർത്താവിന്റെ ഏത് സ്വഭാവം പത്രോസ് എന്നാലും മനസ്സിലായി. കർത്താവിന്റെ സ്നേഹമാണെന്നല്ല അതിന് അല്ല. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ എപ്പോഴെല്ലാം ഒരു വ്യക്തിയുടെ അടുത്ത് വന്നിട്ടുണ്ടോ അവർ പറയുന്ന ഫസ്റ്റ് വാക്ക് എന്താ അറിയോ? ഭയപ്പെടേണ്ട. കാര്യം എന്താ അറിയോ? ഭയം വന്നു പോകും. നിങ്ങളുടെ റൂമിൽ ഇന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ വികാരം ഭയമായിരിക്കും. സ്വർഗത്തിന് ദൂരം വന്നാൽ പോലും വിറയ്ക്കും. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ കുറവുകളോട്ടാണ്. നമുക്ക് ഒരു സ്വർഗീയ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ വിശുദ്ധി നമ്മളൊന്നും അല്ലെന്ന് തോന്നിപ്പിക്കും. അപ്പൊ യേശു താൻ ആദ്യമായി പത്രോസിനെ കാണുമ്പോൾ പത്രോസ് പറയുന്നത് ഞാൻ പാപിയാണ്, പക്ഷെ എന്നെ വിട്ടു പോകണം. യേശുവിന്റെ വിശുദ്ധിയാണ് പത്രോസ് ആദ്യം പിടികിട്ടിയത്. ഇവൻ വിശുദ്ധനാ, ഞാൻ പാപിയാണ്. ഇവിടെ അവസാനം യേശു പത്രോസ് മീൻ പിടിക്കാൻ പോകും. യേശു മീൻ കൊടുക്കും. ഇവിടെ യോഹന്നാൻ പറയും അത് കർത്താവാകുമെന്ന് പറയുമ്പോൾ പത്രോസ് എന്താ ചെയ്യുന്നറിയോ? എന്താ ചെയ്യുന്നത്? കർത്താവിന്റെ അടുക്കലോട്ടാണ് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ ഏത് സ്വഭാവമാണ് പത്രോസ് എന്നാലും പിടികിട്ടിയത്? അതാ വളർച്ച. കർത്താവ് വിശുദ്ധൻ, ഞാൻ പാപി. അവിടെ നിങ്ങൾ തുടങ്ങുന്നു. എല്ലാ മതവും അവിടെ തുടങ്ങുന്നു. പക്ഷേ ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു, ആ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അതിലോട്ടാ വളർച്ച. അവിടെ വളർച്ച. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഇവിടെ നിന്ന് തുടങ്ങി ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പത്രോസ് നമ്മൾ യേശുവിന്റെ വിശുദ്ധിയാ പത്രോസിന് വെളിപ്പെട്ടതെങ്കിൽ പത്രോസ് അങ്ങോട്ടേ ചേർക്കും. യേശു കടക്കിലോട്ട് വരുമോ? എന്നെ ശിക്ഷിക്കും യേശു ഉറപ്പാ. ഞാൻ ചോദിക്കട്ടെ, പത്രോസ് യേശുവിനെ പ്രാഗി 3 വട്ടം തള്ളി പറഞ്ഞു. പ്രാഗി 3 വട്ടം തള്ളി പറഞ്ഞു. ഇവിടെ യേശുവിനെ പ്രാഗാൻ ധൈര്യമുള്ളതായിട്ടുണ്ടോ? നിങ്ങൾ ആരില്ലല്ലോ. അത് ചെയ്ത ഒരു ടീമുണ്ട്, പത്രോസ്. ആ പത്രോസ് യേശുവിന്റെ അടുക്കലോട്ട് വന്നു. അത്ര ഗവൺമെന്റ് യേശു സ്നേഹമാണ്. എന്നെ ശിക്ഷിക്കത്തില്ല. യേശു കിടക്ക വന്ന എന്നെ ശിക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ വിജയം പറഞ്ഞ പോലെ യൂദ ഒരു അല്പസമയം വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ആദ്യം യൂദയുടെ മുമ്പിലേ യേശു പ്രത്യക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ഐക്യമാണ് യേശു. നിങ്ങൾ അറിയേണ്ടത് യേശു സ്നേഹമാണ്, വിശുദ്ധിയല്ല, ഒരു ഫലമാണ്. അവനനുസരിക്കുന്നത് ഒരു ഫലമാണ്. അതെല്ലാം ഒരു ഫലമായിട്ട് വരും. ആമേൻ. ആദ്യം ആദാം പാപം ചെയ്ത് നമ്മള് ഇങ്ങനെ ഒരു വ്യക്തിയോട് പറയാണ്, ദൈവം ആദാമിനോട് കോപിച്ചു, ആദാമിനെ അടിച്ച് പുറത്താക്കി. അങ്ങനല്ല. അങ്ങനല്ല. നിങ്ങൾക്കറിയാം, ദൈവം ആ സന്ധ്യയിൽ ഇറങ്ങി വന്നിട്ട് അവരോട് സംസാരിച്ചു. അവർക്കൊരു വസ്ത്രം അണിയിച്ചു. അവർ ജീവന്റെ വൃക്ഷഫലം കഴിക്കാതിരിക്കേണ്ടത് അവരെ പുറത്താക്കി. അത് കഴിച്ചായിരുന്നെങ്കിൽ അവർ ആ സ്ഥിതിയിൽ എന്നേക്കും ജീവിച്ചു പോയത്. ദൈവ സ്നേഹം കൊണ്ട് അവരെ പുറത്താക്കി. ന്യായവിധി അല്ലായിരുന്നു. സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ പാപത്തിൽ, നിങ്ങൾ ആ ശാപത്തിൽ എന്നേക്കും കഴിയാതിരിക്കേണ്ടതാണ് നിങ്ങൾ അവരെ പുറത്താക്കി. ഹല്ലേലൂയ. ഇന്ന് പലരും പാപം ചെയ്തിട്ട് മറഞ്ഞിരിക്കുക. എന്തിനാ ആദാമും ഹവ്വയും മറഞ്ഞിരുന്നത്? എന്തിനാ? കൂടുതൽ പാപം ചെയ്യാനാണോ? അല്ല, ദൈവത്തിന് മുമ്പിൽ ചെന്നിക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട്. ധൈര്യക്കുറവ് വേണ്ട. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. കൃപാസനത്തോടെ ധൈര്യത്തോടെ. നിങ്ങൾക്ക് ധൈര്യമില്ലേ? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാവോ? യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് എന്റെ പാപം മോചിക്കാനുള്ള ശക്തിയില്ലെന്ന്. നിങ്ങൾ യേശുവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്.
യേശുവിനെ പാപം മോചിച്ചു, എനിക്ക് ധൈര്യത്തോടെ പിതാവിന്റെ അടുക്കൽ വരാമെന്ന് പറയുന്നവൻ യേശുവിനെയാണ് ഉയർത്തുന്നത്. നിങ്ങളുടെ പാപത്തെക്കാൾ ചെറുതല്ല രക്തം, നിങ്ങളുടെ പാപത്തെക്കാൾ വലുതാ രക്തം. നിങ്ങളെ എത്ര കൊടും പാപിയാണെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ പാപമോചനം ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഹല്ലേലൂയ. ധൈര്യത്തോടെ മടങ്ങി പോകാം, ധൈര്യത്തോടെ ധൈര്യത്തോടെ ധൈര്യത്തോടെ. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല, ഞാൻ ചിലപ്പോൾ കർത്താവിനെ വിട്ടുപോയ അതിനെ കാണുമായിരിക്കും. ഞാൻ യേശുവിനെ പ്രാഗിന്ന് പറഞ്ഞ ആരോടെ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ 3 വട്ടം പ്രാഗിയ പത്രോസിനെ യേശുവിനെ സ്നേഹിക്കാമെങ്കിൽ നിങ്ങൾ എത്ര അധികം, നിങ്ങൾ എത്ര അധികം. ആ ദൈവം ആദാമിനെ അല്ല തള്ളിപ്പറഞ്ഞു, ആദാം ദൈവത്തെയാണ് തള്ളിപ്പറഞ്ഞു. നീ ദൈവം ഇല്ലേലും ഞാൻ ജീവിക്കും, നന്മ അറിഞ്ഞ് തിന്മ ചെയ്യാൻ ഞാൻ ജീവിച്ചോളാം, എനിക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മയൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഞാൻ മതി. ഹല്ലേലൂയ. നന്മയെ തിന്മയും തിരിച്ചറിയുക, അവന്റെ ജീവൻ ഉള്ളിൽ വന്ന് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ സ്നേഹത്തിൽ നിറഞ്ഞു ദൈവം നിങ്ങളുടെ കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു 10 സ്റ്റെപ്പ് പ്രോഗ്രാം അല്ല ക്രിസ്ത്യാനിറ്റി. ഇങ്ങനെ ചെയ്യണം. ഞാൻ ചോദിക്കണം, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുമോ, നിങ്ങൾ ഇങ്ങനൊക്കെ വന്ന് ചോദിക്കണം, അതാ ഞാൻ ഇങ്ങനൊക്കെ തരാമെന്ന് പറയുമോ? നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കും? നീ ഇങ്ങനെ ചോദിക്കണം കേട്ടോ, അപ്പോഴാണെങ്കിൽ ഞാൻ എനിക്ക് നിങ്ങൾ ഭയങ്കര സ്നേഹം, അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാം തരാം കേട്ടോ. അങ്ങനെ നിങ്ങൾ പറയുന്നത് അവർ ധൈര്യത്തോടെ ചോദിക്കട്ടെ. അങ്ങനെയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പിതാവ് എന്നൊരു കാര്യം നിങ്ങൾ പിടികിട്ടിയ, ദൈവം പിതാവാണെന്ന് മനസ്സിലായാൽ നിങ്ങളുടെ റോങ് തിയോളജികളെല്ലാം പൊട്ടിക്കും. ഉള്ളിൽ ദൈവത്തെ പറ്റി വേണ്ടാത്ത ചിന്തകളെല്ലാം മാറിപ്പോകും. ദൈവം എന്റെ പിതാവെന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുമെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർ എത്ര അധികം എത്ര അധികം എത്ര അധികം എത്ര അധികം കൊടുക്കും. ആമേൻ. അധികം തരുന്നൊരു പിതാവ്. He is not El Chico, he is El Shaddai. ചീപ്പായിട്ടല്ല തന്നെ, സമൃദ്ധിയായി വാരി വിതറി വാരി വിതറി വാരി വിതറി തന്നിരിക്കും. അതായത് പിതാവ്. ആമേൻ. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നിങ്ങൾക്കുണ്ട്. 1 തിമോഥെയോസിന്റെ ഗോസ്പൽ ഓഫ് ദ ബ്ലെസ്ഡ് ഗോഡ് എന്നൊക്കെ മിക്ക ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കും. ശരിക്കും അത് ഹാപ്പി ഗോഡ്. ഗോഡ് ഈസ് ഹാപ്പി. ദൈവ സന്തോഷിക്കുന്ന ദൈവത്തെ. നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ ഇങ്ങനെ എല്ലാവരും കണ്ണടച്ച ദൈവത്തെ കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത് താടിയൊക്കെ വളർത്തി ഗൗരവത്തിൽ അങ്ങനെ പിതാവിനെ കാണുന്നത്. ഹാപ്പി ഗോഡ് നിങ്ങൾക്കറിയാം. ഹാപ്പി ഗോഡ്, സന്തോഷിക്കുന്ന ഒരു ദൈവം, ചിരിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ടോ? പ്രായം ചെന്ന ദൈവത്തെ എല്ലാം പലപ്പോഴും കാണുന്നു. പിതാവ് ഈ ഏജ് ആവുന്ന പ്രോസസ്സാണ് ഈ ഭൂമിയിലേ ഉള്ളൂ, അവിടെ ഇല്ല. നിങ്ങളെക്കാളും പ്രായപ്പെടും അദ്ദേഹം, നിങ്ങളെക്കാളും യങ് ആൻഡ് വൈബ്രന്റ് അദ്ദേഹം. അവനായിരിക്കുന്ന പോലെ ഈ ലോകത്ത് ഞാനാകുന്നു. അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. അവനെ നിമിഷം കണ്ണുകളടച്ച് കർത്താവേ എന്ന് പറഞ്ഞ വാചനം ഇവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ. കർത്താവേ നീ ആരാണ്, പിതാവായ ദൈവം ആരാണ്, യേശു ആരാന്ന് അറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ ഹൃദയദൃഷ്ടികളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിനക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തിൽ ആശ്രയിക്കണം, ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ഞങ്ങളുടെ നോട്ടം ഞങ്ങളിൽ നിന്ന് മാറ്റി നിന്നിലോട്ട് നാക്കണം. കർത്താവേ നിന്നെ ഒന്ന് അറിയുവാൻ, നിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒന്ന് അറിയുവാൻ, നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുമെന്ന് അറിയുവാൻ, ഞങ്ങളുടെ മേലുള്ള വിളിയുടെ ആശ, ഞങ്ങൾ എന്തിനാ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളിന്ന് അവിടെയാണ് പിതാവിന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുന്നു. കർത്താവെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സർപ്രൈസ് ഗിഫ്റ്റ്. അടുത്ത ആഴ്ച സാക്ഷ്യം എഴുതുവാൻ തക്കവണ്ണം നോട്ടീസബിൾ മിറക്കിൾ യേശുവിന്റെ നാമത്തിലൂടെ ജീവിതം സംഭവിക്കട്ടെ. അസാധ്യം എന്ന് ഇവർ കരുതിയത് കർത്താവെ ഞാൻ ഇവരോട് പറഞ്ഞു, യേശുവിന്റെ സ്നേഹത്തിൽ ആശ്രയിച്ചാൽ മുംബൈ വരെ അവിടെ ചെന്നിരിക്കും. ഇവരുടെ ഡെസ്റ്റിനിയിൽ ഫലം കൂടെ ഓടുന്നവരിലും മുമ്പേ ചെന്നിരിക്കുമെന്ന് പറഞ്ഞു പോയ കർത്താവെ ഇവരുടെ കാര്യങ്ങൾ വേഗത്തിൽ
യേശുവിന്റെ നാമത്തിൽ വേഗത്തിൽ immediately right now in the name of Jesus യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ പറ്റിയുള്ള തെറ്റായ ചിന്താഗതികൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. മനസ്സിനെ അടക്കി വെച്ചിരിക്കുന്ന ഭയം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നതാണല്ലോ. നീ ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭയത്തെ ഞങ്ങളുടെ ഇവിടെ സ്ഥാനമില്ലല്ലോ ഭർത്താവ്. നീ ഞങ്ങളെ സ്നേഹിക്കുന്നു. സ്നേഹത്തിന്റെ നീളവും വാഴങ്ങളും ഉയരവും വാരായുവാൻ കൊതിയായിരുന്നേ. നിൻ സ്നേഹത്തിന്റെ വീതിയും നീളവും വാഴങ്ങളും ഉയരവും വാരായുവാൻ കൊതിയായിരുന്നേ. Yes,